ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതാ റൂം മേക്ക് ഓവർ എപ്പിസോഡ് 3 ആണ് ഗൈസ്. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ആക്കിയിരുന്നു ഈ ഒരു വീഡിയോക്ക്. അപ്പം കുറച്ച് മടിയും കുറച്ച് വീഡിയോ എഡിറ്റിംഗ് പ്രശ്നമൊക്കെ കണ്ടാണ് വീഡിയോ വരാൻ വൈകിയത്. അപ്പോൾ ഫൈനലി ഇതാ ഇന്ന് റൂം മേക്ക് ഓവറിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഇത് നമ്മുടെ അന്ന് ക്ലീൻ ആക്കിയിട്ടില്ലല്ലോ ലാസ്റ്റ് എപ്പിസോഡ് 2-ൽ. ഇതിപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ ഈ റൂം ഓപ്പൺ ആക്കിയിട്ട് തന്നെ നല്ല രീതിയിൽ ഫുള്ള് കാട്ടുണ്ടായിനി ഗൈസ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കോർണറിൽ ഒരു കട്ടിൽ കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ കട്ടിലിന് കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇതാ മാറ്റി വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റക്കും നല്ല എടുത്ത് വെച്ചിട്ടുള്ളത്, എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെയൊക്കെയോ ഇവിടെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. ടാബിൻ്റെ ഒക്കെ കോലം ഫുള്ള് അലമ്പാണ് ഗൈസ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോർട്സ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ടാബിൾ ഫുള്ള് സെറ്റ് ചെയ്തത് ഫുള്ള് വീണ്ടും ബാഡായിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു വോളിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളതിന് മുമ്പ് ചെയ്ത ഒരുപാട് സ്റ്റിക്കറും ടാപ്പൊക്കെ ഈ വോളിലുണ്ടായിന്, അതൊക്കെ ഞാൻ ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചൊന്നും പോകുന്നില്ല, കാരണം അത് നമുക്കറിയാമല്ലോ, അത് വോളിലൊട്ടിയാൽ പിന്നെ ഇവിടുന്ന് വരൂല, അതിങ്ങനെ ഒരു ബാഡായിട്ട് നിൽക്കും. പിന്നെ ഇതൊക്കെ ഒന്ന് അടിച്ച് വാരി ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഞാനിതാ പ്ലാസ്റ്റിക് ലീവ്സ് വാങ്ങാതെ അത് നമ്മളൊന്ന് DIY ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 ഫ്രെയിം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, കാരണം ഞാൻ ഇത് റൂമിൽ നിന്നല്ല ചെയ്തത്, താഴെ ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബട്ട് അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ലീവ്സ് ഇതുമാതിരി ഞാനിവിടെ ഈ ഒരു കോർണറിൽ ഞാനിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച മാതിരി അടിപൊളിയായിട്ട് ഈ ഒരു ലീവ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫ്രെയിമും കൂടി ഇവിടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാലോ ടാപ്പ് വെച്ചിട്ടാണ് ഏകദേശം ഒക്കെ ഒട്ടിക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാളിൽ ഫുള്ളായിട്ട് ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടാവും. എങ്ങനെയൊക്കെ ഞാൻ ഇതിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, കാരണം എനിക്ക് ഇവിടെ അത് ഒന്നും ഇഷ്ടമായിട്ടില്ല. ഞാൻ പറിച്ചിട്ട് വേറെ അടുത്ത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു സ്ഥലം ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അന്ന് ഫസ്റ്റ് ഡേ ഞാൻ അവിടെ എടുത്ത് പറക്കി വെച്ചതാണ് എല്ലാ ഐറ്റംസും. അങ്ങനെ ഇതൊക്കെ അവിടെ ഫുള്ളാക്കി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശമൊക്കെ ഇവിടെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തുണിക്ക് വെള്ളമാക്കിയിട്ട് ജനലൊക്കെ ഒന്ന് നല്ല രീതിയിൽ തോർത്തുന്നുണ്ട്, കാരണം അവിടെ കുറച്ച് കച്ചറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു റൂം മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് ഒരു ലോ ബഡ്ജറ്റിലാണ്. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്നും പൈസ ചിലവാവാതെയാണ് ഞാൻ ഈ ഒരു റൂം മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. ഈ ബെഡായാലും ഈ ടേബിളായാലും ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ളതാണ് ഞാനിവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് റീമേക്ക് ഓവർ ചെയ്തത് മാത്രമാണ് ഞാൻ. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മേക്ക് ഓവർ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ടേബിൾ തന്നെ കണ്ടില്ല, നമ്മളിപ്പോൾ വൈറ്റ് ചാർട്ട് വെച്ചിട്ട് നല്ല വൈറ്റ് ടേബിൾ മോഡലാക്കി എടുത്തിട്ടുള്ളത്. അതുമാതിരി നമുക്ക് സിമ്പിളായിട്ട് എല്ലാം DIY ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനത് ജനലൊക്കെ ഫുള്ളായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രെയിം ഇതാ ആ ഒരു ചുമരിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു വാളിൽ ഞാനൊരു റിബൺ വെച്ചിട്ട് ഒരു ഹേർട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ചെയ്യാനുള്ള ക്ഷമയും കൂടി എനിക്കുണ്ട്, വീഡിയോ കൂടി എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ക്ഷമ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം രാവിലെ എണീച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റിബൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതാ ഈ ഒരു ബെഡിൽ എന്തെങ്കിലും ബെഡ്ഷീറ്റ് ഇടണം. പിന്നെ അതിനുശേഷം ഞാനിതാ ഈ ഒരു ടേബിളൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പിസോഡ് 1 ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇക്കൊല്ലം ഞാൻ SLC ആണ്, അതിൻ്റെ ഈ ഒരു ഗൈഡിൻ്റെ പുസ്തകവും അതുമാതിരി കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിതാ അടുക്കി വെക്കുന്നുണ്ട്. പിന്നെ റിബണാക്കി ആ ഒരു റിബണൊക്കെ ഫുള്ളായിട്ട് നല്ല റോളാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടേബിൾ അങ്ങനെ ഇതാ ഫൈനൽ ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുമാതിരി ബെഡ്ഷീറ്റും ഞാൻ പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫൈനലി നമ്മൾക്കിനെ പണിയുള്ളത് ഈ ഒരു അടിച്ച് വരലാണ് ഗൈസ്. നല്ല പണിയുണ്ട്, കാരണം ആ ഒരു ലീഫാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നോറും ഞാൻ നിലത്തേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് അടിച്ചു വാരി എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
ഞാൻ ഈ ഒരു വീഡിയോയിൽ തുടക്കുന്നത് കാണിക്കുന്നില്ല. ലാസ്റ്റാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുടക്കുന്നത്. ഞാൻ താഴെ പോയിട്ട് മഫൊക്കെ എടുത്തിട്ട് വരണം. വരുമ്പോൾ ഞാൻ മാച്ചി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, മാച്ചിയും കാട്ടാൻകോരിയും. അപ്പോൾ ഇതാ അതിന് ശേഷം ഫുൾ അടിച്ച് വാരി ഇതാ ഒരു സ്പ്രേ ഒക്കെ അടിച്ചതിന് ശേഷം ഇതെൻ്റെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വീട്ടിലിരുന്നിട്ട് ഓവർ പൈസ ഒന്നും ചിലവാവാണ്ട് ഇത്ര അടിപൊളിയായിട്ട് റൂം മേക്ക് ഓവർ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ആ ഒരു കട്ടിലിൻ്റെ കോർണറാണെന്ന് തോന്നുന്നു, എനിക്ക് കുറച്ചും കൂടി അധികം ഇഷ്ടപ്പെട്ടു ആ ഒരു റിബൺ ലവ് ആർട്ട്. അപ്പം അതൊക്കെ ചെയ്യുന്ന വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.